എല്ലാവർക്കും നമസ്കാരം. PK ലേണിംഗ്സിൻ്റെ PYQ സീരീസിലെ ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മൾ വൊക്കാബുലറിയിൽ 2 എപ്പിസോഡും ഗ്രാമറിൻ്റെ 2 എപ്പിസോഡും പോയിട്ടുണ്ടായിരുന്നു, കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് PYQയുടെ ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ 2020 സീരീസാണ്, 2020 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദ മീനിങ്സ്. ഇതിനകത്ത് കുറച്ച് കട്ടിയായിട്ട് വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇഡിയംസ് ആൻഡ് മീനിങ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡും സ്പെല്ലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ലോജിക്കും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് പിന്നെ കുറച്ച് ഓപ്ഷൻസും ഈസി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇഡിയംസ് ആൻഡ് ദ മീനിങ്സ് പഠിച്ച് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് എക്സസ്, എക്സീഡ്, അക്സെപ്റ്റ്, അക്സീഡ് ഇങ്ങനത്തെ വാക്കുകളിൽ അർത്ഥം ഡിഫറെൻ്റ് ആയിരിക്കും, എന്നാൽ വേർഡ്സ് ഏകദേശം സിമിലർ ആയതുകൊണ്ട് ഇത് നമ്മൾ കൺഫ്യൂസ് ചെയ്ത് ആക്സസിന് പകരം അക്സീഡും അക്സീഡിന് പകരം അക്സസും ഒക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് വേർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അറിയുമോ എന്ന് ഉദ്ദേശിക്കുന്നതാണ് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, പ്ലീസ് ഡോണ്ട് ഡാഷ് എനി റിവാർഡ് ഫ്രം ദ കമ്പനി. നിങ്ങൾ കമ്പനിയിൽ നിന്ന് പ്രത്യേകിച്ച് റിവാർഡുകളൊന്നും പ്രതീക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രതീക്ഷയുടെ ഇംഗ്ലീഷ് വാക്കാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? എക്സെപ്റ്റ് ആണോ, എക്സസ് ആണോ, എക്സ്പെക്റ്റ് ആണോ, എവർ ആണോ? ഇതാണ് ചോദ്യം. അപ്പോൾ പ്രതീക്ഷയുടെ ഇംഗ്ലീഷ് എക്സ്പെക്റ്റ് ആണ്. ഇതിനകത്തൊരു വ്യത്യാസം വരാൻ ചാൻസ് നിങ്ങൾ ഏതെടുക്കുമ്പോഴായിരിക്കും? എക്സെപ്റ്റ് എടുക്കുമ്പോഴായിരിക്കും. എക്സെപ്റ്റ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്പെല്ലിങ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അപ്പോൾ എക്സെപ്റ്റ് കണ്ട് എക്സ്പെക്റ്റ് എന്ന് വായിച്ച് ആദ്യം തന്നെ ഓപ്ഷൻ എയിലേക്ക് പോകരുത്. എക്സ്പെക്റ്റ് ആണ് ആൻസർ. ഓക്കെ, എക്സെപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? അതല്ലാതെ, അതും കൂടാതെ എന്ന് പറയുന്നതാണ് എക്സെപ്റ്റ്. എക്സസ് എന്ന് വെച്ചാൽ എന്താ? കുറച്ച് അധികമുള്ളത്. എവർ എന്ന് വെച്ചാൽ എവർ ലാസ്റ്റിംഗ്, ഒരുപാട് കാലത്തേക്ക് അല്ലെങ്കിൽ ഒരിക്കലും, ആ അർത്ഥത്തിലൊക്കെ വരുന്നതാണ് എവർ. അപ്പോൾ അതിനകത്ത് എക്സ്പെക്റ്റ് ആണ് ആൻസർ പറയുന്നത്. ഓപ്ഷൻ സി, പ്ലീസ് ഡോണ്ട് എക്സ്പെക്ട് എനി റിവാർഡ് ഫ്രം ദ കമ്പനി. അപ്പോൾ എക്സ്പെക്ട് എന്ന് വെച്ചാൽ ടു ഹോപ്പ് ഫോർ ഓർ ആൻറ്റിസിപ്പേറ്റ് സംതിങ്. എക്സെപ്റ്റ് എക്സ്ക്ലൂഡിങ് സംതിങ്, ഇതല്ലാതെ, ഇത് കൂട്ടി നിർത്താതെ. എക്സസ് എന്ന് വെച്ചാൽ സംതിങ് എക്സ്ട്രാ, കൂടുതൽ. എവർ എന്ന് വെച്ചാൽ റിലേറ്റ്സ് ടു ടൈം, അറ്റ് എനി ടൈം എന്ന് ഉദ്ദേശിക്കുന്നതാണ് എവർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് വേർഡ്സ് ഇസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോഫോണി? ഇതിനകത്ത് ഹോമോഫോണി ഏതാണ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോഫോണി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു തവണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ. പിന്നീടുള്ള PYQ സീരീസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും, പക്ഷെ ഇതൊക്കെ വളരെ റെയർ ആണ്. ഹോമോഫോണി എന്ന് വെച്ചാൽ എന്താണ്? ഒരേ ശബ്ദത്തിൽ വരുന്നത്. ഓക്കെ, ഹോമോ എന്ന് വെച്ചാൽ സിമിലർ, ഫോണി എന്ന് വെച്ചാൽ ഫെനറ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫെനറ്റിക്സിന്റെ ഫോണി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ദ സൗണ്ട് ദാറ്റ് ഇറ്റ് മേക്ക്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും പ്രൊനൗൺസ് ചെയ്ത് കഴിയുമ്പോൾ അത് കൊണ്ടുവരുന്ന സൗണ്ട് എന്താണോ അതിനെയാണ് ഇവിടെ ഹോമോഫോണി എന്ന് പറയുന്നത്. അപ്പോൾ 2 വാക്കുകൾ നമ്മൾ ഉച്ചരിച്ച് കഴിയുമ്പോൾ അതിന് രണ്ടിനും ഒരേ ശബ്ദമാണ് എങ്കിൽ സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും, അർത്ഥം ഡിഫറെൻ്റ് ആയിരിക്കും, വരുന്ന കോണ്ടെക്സ്റ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എന്താണ്? സൗണ്ട് സിമിലർ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഹോമോഫോണി എന്നാണ്. ഹോമോഫോണിക് വേർഡ്സ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹോമോഫോണിക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. വേർഡ് ഇസ് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് ഹോമോഫോണി. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ബീർ, ബെയർ, ഫ്ലോർ, ഫ്ലവർ, സ്വീറ്റ്, സ്വീറ്റ്, സ്യൂ, സോ. ഇതിനകത്ത് സിമിലർ അല്ലാത്തത് ഏതാണെന്നാണ്. ഇത് നമ്മുടെ ഉച്ചാരണ ശൈലിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വരും. ഞാൻ വായിക്കുകയാണെങ്കിൽ ബീറും, ബെയറും, ഫ്ലോറും, ഫ്ലവറും, സ്യൂട്ടും, സ്വീറ്റും, സ്യൂവും, സോവും ആണ്. എനിക്കെല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ സ്റ്റൈൽ വെച്ച് ബീറും ബെയറും മാത്രമാണ് ഹോമോഫോണസ് അല്ലാത്തത്. ബാക്കിയെല്ലാം ഫ്ലോർ, ഫ്ലോർ, സ്യൂട്ട്, സ്വീറ്റ്, സോ, സോ. ഇത് രണ്ടും സോ, സോ എന്നുള്ള അർത്ഥം ഉച്ചാരണം തന്നെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ബീറും ബെയറും മാത്രമാണ് ഇതിനകത്ത് ഏതല്ലാത്തത്? ഹോമോഫോണിക് അല്ലാത്തത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബീർ, ബെയർ ആർ നോട്ട് യൂഷ്വലി ഹോമോഫോൺസ്. ബീർ ദ ബിവറേജ് ആൻഡ് ബെയർ ആനിമൽ ആണെന്ന് അറിയാം. ബീർ, ബെയർ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഫ്ലോർ, ഫ്ലോർ ഹോമോഫോണസ് ആണ്. ഇതിനകത്ത് രണ്ടും സോ എന്ന ഉച്ചാരണം വെച്ചാണ് രണ്ടും വരുന്നത്. ഇനി ഇത് രണ്ടും സ്വീറ്റ് അല്ലെങ്കിൽ സ്വീറ്റ് ആ ഒരു ഉച്ചാരണ ശൈലിയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, തെറ്റാനും ചാൻസ് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവിടെ. ഇനി സ്പെല്ലിംഗ് ടെസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്പെല്ലിംഗ് ടെസ്റ്റിനകത്ത് വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് വേർഡ്സിൽ നമുക്ക് വരുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഡബിളിംഗ് ഓഫ് ദ ലെറ്റേഴ്സ് ആയിരിക്കും. ഇപ്പം അക്കമ്പനിയിൽ 2 C ഉണ്ടോ, ഒക്യുപ്പൈഡിൽ 2 C ഉണ്ടോ, അറ്റൻഷനിൽ 2 T ഉണ്ടോ, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ 2 M ഉണ്ടോ, അവസാനം E ഉണ്ടോ, ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ സ്പെല്ലിംഗ് ടെസ്റ്റ് നടത്തുന്നത്. ഇപ്പോൾ വെക്കേഷൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വെക്കേഷന് ഇത്
വായിക്കുന്നതിന് മുൻപ് ചിലപ്പോൾ നമുക്ക് വെക്കേഷൻ്റെ സ്പെല്ലിംഗ് അറിയായിരിക്കും, പക്ഷേ 4 ഓപ്ഷൻ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇനി 2 സി ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് പോകും. അങ്ങനെ പോകരുത്. വെക്കേഷനിൽ ഒരു CA ഉള്ളൂ. ഓക്കെ, കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് VACATION എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിനകത്ത് മൊസ്കിറ്റോയുടെ സ്പെല്ലിംഗ്, ഇതൊക്കെ കുറച്ച് ഈസിയർ സൈഡിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല ഡിഗ്രി ലെവൽ എക്സാംസിന് വരുന്നത്. മൊസ്കിറ്റോയുടെ സ്പെല്ലിംഗ് ആണ് ഇതിനകത്ത്. MOSQUITO ആണ് മൊസ്കിറ്റോയുടെ സ്പെല്ലിംഗ് വരുന്നത്. ഇനി അനോണിമസിന്റെ സ്പെല്ലിംഗ് ആണ്. അനോണിമസിൽ ഡൗട്ട് വരാവുന്നത് I ആണോ Y ആണോ എന്നുള്ളതാണ്. Y ആണ് കറക്റ്റ് ആൻസർ. ANONYMOUS ആണ് അനോണിമസ്. ഓക്കെ, അടുത്തത് കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷനിൽ പ്രത്യേകിച്ച് ഡൗട്ട് വരാനൊന്നുമില്ല. കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എഴുതുന്നത്. ഇത് കോമ്പറ്റീഷൻ ആണ്, ഇത് കോമ്പറ്റീഷൻ ആണ്, ഇത് കമ്പറ്റീഷൻ ആണ്, ഇതാണ് കോമ്പറ്റീഷൻ. അതിനകത്ത് ഡൗട്ട് വരാനൊന്നുമില്ല. ഇനി യെസ്റ്റർഡേ ഐ റിസീവ്ഡ് എൻ എൻവെലപ്പ് ഫ്രം ദ പോസ്റ്റ് ഓഫീസ് ആണ്. എൻവെലപ്പ് ആണ്. ENVELOPE ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, എൻവെലപ്പ്. പിന്നെ വരുന്നത് ഫൈൻഡ് ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ടെമ്പററിയുടെ സ്പെല്ലിംഗ് ആണ്. ഇത് ടെമ്പററി ആണ്, ടെമ്പററി അല്ല. നമ്മൾ മലയാളത്തിൽ അതായത് ഇംഗ്ലീഷ് വാക്കുകൾ ചിലതൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ ടെമ്പററി ആയി മാറാറുണ്ട്. അങ്ങനെയാണ് ഇവർ ടെമ്പററി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതല്ല, ഇത് ടെമ്പററി. ഓക്കെ, ഇതൊക്കെ കൺഫ്യൂസ് ചെയ്യുന്നതാണ്. ടെമ്പററി എന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ കണ്ടിട്ടില്ല, മലയാളത്തിൽ മാത്രം കേട്ടിട്ടേ ഉള്ളൂ എങ്കിൽ ഇത് 4 നിങ്ങൾ കൺഫ്യൂസ് ചെയ്യുന്നതാണ്. ടെമ്പററി അല്ല, ടെമ്പററി ആണ് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത്. സ്പെൽ ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. അതായത് ഇപ്പോൾ SSCD ആണെങ്കിലും PSCD ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡബ്ലിംഗ് ഓഫ് ലെറ്റേഴ്സിലാണ് ഇവർ കളിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ അവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഡബ്ലിംഗ് ഓഫ് ലെറ്റേഴ്സ് ആയിരിക്കും. ഇനി ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് ദ മീനിങ്സ് ആണ്. ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് ദ മീനിങ്സ്. അപ്പോൾ ഇഡിയംസ് മാത്രമല്ല, ഇതിനകത്ത് ഫ്രേസസും ഉണ്ടാവും. ഫേമസ് ഫ്രേസസും ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ്. ഹി ഡിഡ് ദ വർക്ക് ഇറെഗുലർലി. ഇറെഗുലർലി കൃത്യമായിട്ടല്ലാതെ ചെയ്യുന്നതിനെയാണ് ഇറെഗുലർലി എന്ന് പറയുന്നത്. ഇൻ ഡീപ്പ് വാട്ടർ അല്ല, ഹെഡ് ഓവർ ഹീൽസ് അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റും അല്ല, ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ആണ് ഇറെഗുലർലിയുടെ അർത്ഥം വരുന്നത്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്, അവിടെ ഇവിടെയായിട്ട്, കൃത്യമായിട്ടല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ പ്രിന്റഡ് ക്ലിയർലി ആൻഡ് ഒഫീഷ്യലി, മീൻസ് സംതിങ് ഈസ് റിട്ടൺ ഓർ പ്രിന്റഡ് ക്ലിയർലി ആൻഡ് ഒഫീഷ്യലി. ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട് ആണ് ഇറെഗുലർലി വരുന്നത്. ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ ട്രബിൾ ആണ്. ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എക്സൈറ്റഡ്, അതായത് അതിനകത്തേക്ക് മുഴുവൻ ഇഴുകിച്ചേരുക എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ്. യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ്. യു ആർ ഡ്രൈവിംഗ് ഈസിലി അല്ല, ഇത് ഒരു കാർ ഓടിക്കുന്നതിനെ പശ്ചാത്തലമാക്കി അല്ല ഇഡിയം വരുന്നത്. യു ആർ എൻ എഫിഷ്യൻറ്റ് ഡ്രൈവർ, നിങ്ങളൊരു എഫിഷ്യൻറ്റ് ഡ്രൈവർ. ഇതിനകത്ത് ഡ്രൈവിങ്ങുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇതിന്. യു മേക്ക് മീ ഹാപ്പി, യു മേക്ക് മീ ക്രേസി. ഡ്രൈവിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതാണെങ്കിൽ ഡയറക്റ്റ് ഓപ്പോസിറ്റ്സും, ഒന്നെങ്കിൽ ക്രേസി ആയിരിക്കണം അല്ലെങ്കിൽ ഹാപ്പി ആയിരിക്കണം. അപ്പം നീ എന്നെ എന്തോ ആക്കുന്നുണ്ട്. യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വരുന്നത് യു ആർ ഡ്രൈവിംഗ് മീ ക്രേസി എന്നാണ്. എന്നെ നീ വട്ടുപിടിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ സമ്മൺസ് ബിഹേവിയർ ഇസ് ബോദറിങ് യു എ ലോട്ട്. ഒരുപാട് ഒരു വ്യക്തിയുടെ ബിഹേവിയർ, സ്വഭാവം നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യു ആർ ഡ്രൈവിംഗ് മീ നട്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഫീൽ ബ്ലൂ, ഇതൊക്കെ ലിറ്ററേച്ചറിൽ ഷേക്സ്പിയർക്ക് ഒരുപാട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഷേക്സ്പിയർ ഒക്കെ എഴുതിയതിനെ അനാലിസിസ് ചെയ്യുമ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈ പോയറ്റ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ്, ഡിപ്രസ്ഡ് പോയറ്റ്സിൻ്റെ ഫേവറേറ്റ് വേർഡാണ് ഫീൽ ബ്ലൂ, ആ ഒരു ഫ്രേസ് ഫീൽ ബ്ലൂ എന്നുള്ളത്. ഇതിൻ്റെ അർത്ഥം ഡിപ്രസ്ഡ് പോയറ്റ്സിൻ്റെ ആയിരിക്കുമ്പോൾ തന്നെ അറിയാലോ എന്തായാലും. ഫീൽ ഹാപ്പി അല്ല, ടയേർഡ് ആവാം, ഫീൽ ലോൺലി ആവാം, ടയേർഡ് അല്ല, ഫീൽ ലോൺലി അല്ലെങ്കിൽ ഫീൽ സാഡ് ആണ്. ഫീൽ സാഡ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഫീൽ ബ്ലൂ എന്ന് വെച്ചാൽ ഫീൽ സാഡ്, സങ്കടപ്പെട്ടിരിക്കും പറയുന്നതാണ് ഐ എം ഫീലിംഗ് ബ്ലൂ എന്നുള്ളത്. ഓക്കെ, ടു ഫീൽ സാഡ്, അൺഹാപ്പി ഓർ ലോ ഇൻ മൂഡ്, അതാണ് ആൻസർ വരുന്നത്. അടുത്തത് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഇത് PSCയുടെ ഫേവറേറ്റ് ആണ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ലിറ്ററൽ മീനിങ് ഒക്കെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടണം എന്നില്ല. ഹെൽപ്പ് വൺ ടു എസ്കേപ്പ്, ഇതാണ് ഇതിന്റെ ലിറ്ററൽ മീനിങ് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്നത്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുമ്പോൾ പൂച്ചേനെ ചാക്കിൽ നിന്ന് തുറന്നു വിട്ടു എന്നുള്ളതാണ്. പക്ഷെ അതല്ല, അങ്ങനെ ഡയറക്റ്റ് മീനിങ്ങിലല്ല ഇഡിയംസും ഫ്രേസസും വരുന്നത്. ആക്ട് ഫ്രീലി അല്ല, എംപ്റ്റി ദ പ്ലേസ് അല്ല, റിവീൽ എ സീക്രട്ട്, ഒരു സ്വകാര്യം രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം പുറത്തു വിടുന്നതിനെയാണ് ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടു റിവീൽ എ സീക്രട്ട് യൂഷ്വലി ബൈ മിസ്റ്റേക്ക്, അറിയാതെ ചെയ്യുമ്പോഴാണ് മിക്കവാറും ഇത് പറയുന്നത്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ, ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൻ്റെ അർത്ഥം വരുന്നത് ടു ലൂസ് വൺസ് ടെമ്പർ എന്നാണ്.
അതായത് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കൺട്രോളും പോയി, കയ്യിൽ നിന്ന് പോയി, അതാണ് ഉദ്ദേശിക്കുന്നത്. ടു ലൂസ് വൺസ് ടെമ്പർ, ടു സഡൻലി ബിക്കം വെരി ആംഗ്രി, ലൂസ് കൺട്രോൾ ഓഫ് യുവർ ടെമ്പർ, അതാണ് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡ്. ഇനി ഫൈൻഡ് ദ മീനിങ് ഓഫ് ബോൺ ഓഫ് കണ്ടൻഷൻ. ഇത് പത്രം വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഈഡിയം ആണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലൊക്കെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിന് പറയുന്ന പേരാണ്, ഒരേ വിഷയത്തിൽ രണ്ട് അഭിപ്രായം, അപ്പോൾ അവർ തമ്മിൽ തർക്കിക്കാൻ ഉണ്ടാവുന്ന ഒരു കാരണത്തിലാണ് ഈ ബോൺ ഓഫ് കണ്ടൻഷൻ വരുന്നത്. ഓക്കെ, കശ്മീർ ഇസ് എ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. പറയാം. എ റിമാർക്ക് വിച്ച് മേക്സ് ദ പീപ്പിൾ ഹാപ്പി, അല്ല. ആൻ ഇഷ്യൂ ഓവർ വിച്ച് ദർ ഇസ് കണ്ടിന്യൂയിങ് ഡിസഗ്രിമെന്റ്, നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന അനിശ്ചിതത്വം, ഒരു ഡിസഗ്രിമെന്റ്, ഒരു എഗ്രിമെന്റിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. ആൻ ഇഷ്യൂ വിച്ച് സ്പോയിൽസ് പീപ്പിൾസ് റൺ, അല്ല. നൺ ഓഫ് ദീസ് അല്ല, ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ആൻ ഇഷ്യൂ ഓവർ വിച്ച് ദർ ഇസ് എ കണ്ടിന്യൂയിങ് ഡിസഗ്രിമെന്റ്, അതാണ് എന്ത് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. എ സബ്ജക്ട് or issue that causes disagreement or conflict between people. ഇനി റീത്ത വാസ് ലൈക്ക് എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ്. കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് വെൻ ഹി ടേൺ കെയിം ഫോർ ദ ഇന്റർവ്യൂ. അപ്പം നമുക്കിവിടെ നല്ലൊരു ക്ലൂ തന്നിട്ടുണ്ട്. അതായത് ഇന്റർവ്യൂവിന് എത്തിയപ്പോഴാണ് റീത്തയ്ക്ക് എന്തുപോലെ ആവുന്നത്, കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ് പോലൊരു ഫീലിംഗ് വരുന്നത്. ഒരു ഇന്റർവ്യൂവിന് നമ്മൾ കയറാനിരിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആണോ? ആവാല്ലേ. ആംഗ്രി ആണോ? അതെന്തായാലും ആവില്ല, അപ്പം ഇന്റർവ്യൂ കിട്ടില്ലല്ലോ. ഹാപ്പി ആണോ? അത്ര സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ? ഇന്റർവ്യൂ കിട്ടിയില്ലല്ലോ നമുക്ക്. ഹാപ്പി അല്ല. നെർവസ് ആണോ? അപ്പോൾ എക്സൈറ്റഡ് ആണോ നെർവസ് ആണോ? ഒരു ഇന്റർവ്യൂവിന് പോകാൻ നേരത്തെ നമ്മൾ കൂടുതൽ എന്താവുക? എക്സൈറ്റ്മെന്റിനേക്കാൾ കൂടുതൽ ഒരു നെർവസ്നെസ് അല്ലേ. അപ്പോൾ ഇവിടെ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ് എന്ന് പറയുന്നത് നെർവസ്നെസ് ആണ്. ആൻഡ് ഒരു ബ്രിക്സിന്റെ മുകളിലിരിക്കുന്ന കാറ്റ് എന്തായാലും എക്സൈറ്റഡ് ആവേണ്ട കാര്യമില്ലല്ലോ, നെർവസ് ആയിരിക്കും. എ കാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ് മീൻസ് വെരി സ്ട്രെസ്, വെരി റെസ്റ്റ്ലെസ്, നെർവസ് ഓർ അൺഏബിൾ ടു സ്റ്റേ സ്റ്റിൽ. അതാണ് അവിടെ വരുന്നത്. അൺഏബിൾ ടു സ്റ്റേ സ്റ്റിൽ. നമ്മൾ നെർവസ് ആകുമ്പോഴല്ലേ നമുക്ക് ഒന്ന് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്, നെർവസ് ആകുമ്പോഴാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് ദ ഈഡിയം കിക്ക് ദ ബക്കറ്റ് മീൻ? ഇത് കാണാതെ പഠിച്ചോ, ഇതിന് പ്രത്യേകിച്ച് വേറെ ക്ലൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. ടു ഡൈ, മരിച്ചു പോകുന്നതിനെയാണ് കിക്ഡ് ദ ബക്കറ്റ് എന്ന് പറയുന്നത്. ഓൾഡ് മാൻ കിക്ഡ് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ മരിച്ചുപോയി. കിക്ക് ദ ബക്കറ്റ് മീൻസ് ടു ഡൈ. ഇറ്റ് ഈസ് എൻ ഇൻഫോർമൽ ആൻഡ് സംവാട്ട് ഹ്യൂമറസ് വേ ഓഫ് റെഫറിംഗ് ടു ഡെത്ത്. ഓക്കെ, അടുത്തത് ദ ഈഡിയം റൈഡ് ദ ഹൈ ഹോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കീപ് അവേ ഫ്രം, പുട്ട് ബ്ലെയിം ഓൺ അതേഴ്സ്, ഫീൽ പ്രൗഡ് അറ്റ് ദി എൻഡ്. റൈഡ് ദ ഹൈ ഹോഴ്സ് എന്ന് പറയുമ്പോൾ സംതിങ് എലഗൻറ്റ് അല്ലെങ്കിൽ ലക്ഷൂറിയസ്, അങ്ങനെ എന്തോ നല്ലൊരു കാര്യത്തെക്കുറിച്ചല്ലേ. ഇറ്റ്സ് അബൌട്ട് ഫീൽ പ്രൗഡ്. ഓക്കെ, ബി ആണ് ആൻസർ വരുന്നത്. ടു ബിഹേവ് ഇൻ എ പ്രൗഡ്, അറഗന്റ്, സുപ്പീരിയർ മാൻ ആസ് ഇഫ് യു ആർ ബെറ്റർ ദാൻ അതേഴ്സ്. ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ് എന്ന് നടിച്ചുകൊണ്ട് നടക്കുന്നതിനെയാണ് ടു റൈഡ് ദ ഹൈ ഹോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ നിന്നും സ്പെല്ലിംഗ് ടെസ്റ്റിൽ നിന്നും വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡിൽ നിന്നും 2020 വന്നിരിക്കുന്ന 17 ക്വസ്റ്റ്യൻസ്. ഈ 3 കാറ്റഗറിയിൽ നിന്ന് 17 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് മോസ്റ്റ്ലി എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്നത് ഈ വന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസറും കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ വൊക്കാബുലറിയിലെ ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഒഴിച്ച് ബാക്കി 2 എണ്ണം, അതായത് വേർഡ്സ് ഓഫ് കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റും അത്ര സ്കോറിംഗ് ഏരിയ ഒന്നും അല്ല. നിങ്ങൾ അതിന് ഇടുന്ന ഇൻപുട്ട് അനുസരിച്ച് ചിലപ്പോൾ ഔട്ട്പുട്ട് ഉണ്ടാവണം എന്നില്ല. നിങ്ങൾ ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് നോക്കുക, കുറച്ച് വേർഡ്സ് എടുത്ത് വെച്ച് നോക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വേർഡ് ആലോചിച്ചിട്ട് അതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാതെ വേർഡ്സ് ഓഫ് കൺഫ്യൂസ്ഡിലും സ്പെല്ലിംഗ് ടെസ്റ്റിലും നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. ബട്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരു വർഷം ഒരെണ്ണമെങ്കിലും, എല്ലാ എക്സാമിലും ഒരെണ്ണം വെച്ചെങ്കിലും വരുന്ന ഒരു ഏരിയ ആണ്. അതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. എന്ന് വെച്ച് വളരെ വിപുലമായി പഠിക്കാനിരിക്കരുത്. വളരെ കുറച്ച് സെറ്റ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന, SSCയിലാണെങ്കിലും PSCയിലാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്ന ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എടുത്ത് വേണം പഠിക്കാനായിട്ട്. അതിൻ്റെ അർത്ഥവും കണ്ടുപോവുക. അതിൻ്റെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന വേറെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ നോക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.